മുൻ വർഷങ്ങളിൽ സുലഭമായി റോഡരികിൽ കാണാറുള്ള വാഹനങ്ങളിലെ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം കുറഞ്ഞത് തന്നെ വിലവർധനയുടെ സൂചന നൽകുന്നു. 4-5 കിലോ ഓറഞ്ച് തുച്ഛമായ വിലയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന നാളുകളിൽ നിന്ന് ഇന്ന് 1 കിലോ ഓറഞ്ചിന് 80-ന് മുകളിലായി വില. ചെറുകിട കടകളിൽ അത് 100 വരെ എത്തി നിൽക്കുന്നു. ഈ വർഷം ഒരു 20%-30% ഹൈയ റേറ്റ്. ഒന്ന് ക്രോപ്പ് കുറവ്, മഴ, ഇതൊക്കെയാണ് റേറ്റ് കൂടാനുള്ള. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 30-40 രൂപ ഉണ്ടാവുള്ളൂ, ഇപ്പം 80 രൂപയാണ്. അതുപോലെ കിരൺ 15 രൂപ 16 ഉണ്ടായുള്ളൂ, ഇപ്പം 32 രൂപ 31 രൂപ. മാതള നാരങ്ങ ഇപ്പോൾ ഏറ്റവും ഹൈയിലേക്കാണ്, 200 രൂപ കിലോ ഹോൾസെയിൽ, 200-210. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 150 രൂപയൊക്കെ ഉണ്ടായുള്ളൂ, ഇനി അത് കൂടും 16. കഴിഞ്ഞ വർഷത്തേതിലും 20 മുതൽ 30% വരെ വില വർദ്ധിച്ചുവെന്നാണ് നെട്ടൂർ മാർക്കറ്റിലെ മൊത്ത കച്ചവടക്കാർ പറയുന്നത്. പഴവർഗ്ഗങ്ങളോടുള്ള ഡിമാൻഡ് വർദ്ധിച്ചതും വിലക്കയറ്റത്തിന് കാരണമാണ്. നേരത്തെ ഫ്രൂട്ട്സ് ഉപയോഗം കുറവായിരുന്നു, ഉപയോഗം കൂടിയപ്പോൾ വിലയും കൂടി. അത് മാത്രമല്ല ക്രോപ്പിംഗ് കുറവ് കാരണം അതും ഉണ്ട്, ഇതിനകത്ത് വില ഉച്ചയ്ക്ക് കൂടാൻ കാരണം അതും ഒരു കാരണമുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു വിലയാണെങ്കിൽ അത് ആ സാധനം തന്നെ ഉച്ചയ്ക്ക് വേറെ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇതായി പോകുന്ന ഐറ്റം ആയ കാരണം നമുക്ക് വില കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടം വരും. വിപണിയിൽ പഴവർഗ്ഗങ്ങളുടെ വില ഉയരുമ്പോഴും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളോടുള്ള ആളുകളുടെ പ്രിയം കൂടുകയാണ്. ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ആപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, പോളണ്ട് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിമ്മിൽ ട്രെയിനേഴ്സ്, പിന്നെ കോർപ്പറേറ്റ്സ് ഉള്ള ആൾക്കാർ എല്ലാവരും. കളറുണ്ട്, ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്, പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ കുറവാണ്. ആ ഒക്കെ ഒരു ഇതുകൊണ്ടാണ് ആളുകൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. വില കൂടുമ്പോഴും ഗുണമേന്മയുള്ള ഫലവർഗ്ഗങ്ങളോടുള്ള ആവശ്യക്കാരുടെ താല്പര്യം കച്ചവടക്കാർക്ക് ആശ്വാസമാണ്. വിലക്കയറ്റത്തിന് ചെറിയ അയവ് വന്നാൽ കച്ചവടം കൂടുതൽ പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.